ഈ സബ്ജക്റ്റിൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് അതിന്റെ ടെറൈൻ എനിക്ക് ഭയങ്കര ഹുക്കായിരുന്നു. സിനിമയിൽ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇത് മലകളുടെ ഒരു പൽച്ചക്രാണെന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ ഓരോ സീൻ കഴിയുമ്പോഴും ഇങ്ങനെ നമ്മളെ കുഴപ്പത്തിലാക്കുന്ന നമ്മുടെ ബ്രെയിനിനെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല ഒരിക്കലും. ഇല്ലില്ല. ഇപ്പോൾ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സന്ദീപ്. ആ ലുങ്കിയൊക്കെ എടുത്ത് ബനിയനൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നമുക്ക് അയാൾ ശരിക്കും അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടല്ലോ, ആ കഥാപാത്രമാണെന്ന് തോന്നുന്നുണ്ട്. അത് തന്നെയാണ് പുള്ളിയുടെ സക്സസ് ശരിക്കും. ഈവൻ റഷ് കാണുമ്പോൾ പോലും അയാളത് അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഈ നായകളുടെ സീക്വൻസ് മൊത്തത്തിൽ ഒരു ഒറ്റ സമയത്ത് ഷൂട്ട് ചെയ്തതാണ് ശരിക്കും. അപ്പൊ അതിൽ ഇവരെ കൊണ്ട് ഈ പെർഫോം ചെയ്യിപ്പിക്കുന്ന പരിപാടിയുണ്ട്, അതൊക്കെ ഭയങ്കര രസമായിരുന്നു ശരിക്കും. ഭയങ്കര ലെക്കൊണ്ടൊക്കെ കിട്ടുന്ന ചില സംഗതികളൊക്കെ ഉണ്ട്. ഒരു ഗ്ലാസ് മദ്യം ഇങ്ങനെ ഒഴിച്ച് കളയുന്നുണ്ട്, നായയുടെ ഒരു ലുക്ക് ഉണ്ട് അതിലേക്ക്. ഇതൊക്കെ ബൈ ചാൻസ് കിട്ടുന്നതാണ് ഇതൊക്കെ, അതല്ലാതെ ഇതൊന്നും പ്ലാൻ ഷൂട്ട് അല്ല. അതൊന്നും എക്കോ മൂവിയിൽ ഇതുപോലെ ബാഹുലും ദിൻജിത്തും കൂടി ഇരുന്നിട്ടാണോ? ബാഹുല് പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് ഇത്രയൊന്നും വേണ്ട ശരിക്കും, കാരണം മാസ്റ്റർ ഷോട്ടുകൾ ഉണ്ട്. ഒറ്റ സിംഗിൾ ഷോട്ടിൽ ക്യാമറാമാൻ ത്രൂ ഔട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവര് ഫസ്റ്റ് കട്ട് കണ്ടിട്ട് ബാഹുല് പറയുന്നത്, സൂര്യേട്ടാ നമ്മൾ കൃത്യമായിട്ട് ഇവരുടെ എക്സ്പ്രഷൻസ് ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന ഷോട്ടാണ് വരേണ്ടതെന്ന് കൃത്യമായിട്ട് പ്ലാൻഡ് ആയിരുന്നു. എത്ര ദിവസം വരെയൊക്കെ എടുക്കുമായിരിക്കും ഒരു ഫസ്റ്റ് സാധനം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? നോർമലി ഷൂട്ട് ഡേയ്സ് തന്നെ വേണം ശരിക്കും. അതായത് ഇപ്പോൾ ഒരു 50 ദിവസം ഷൂട്ട് ഉണ്ടെങ്കിൽ ഏകദേശം 50 ദിവസം തന്നെ നമുക്ക് കണക്കാക്കാം ഫസ്റ്റ് കട്ടിന്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ദിവസം തൊട്ട് നമ്മൾ എഡിറ്റിംഗ് തുടങ്ങും. അപ്പോൾ സിനിമ ഷൂട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ ഡബ്ബിങ്ങിനുള്ള കണ്ടന്റ് റെഡിയാക്കും. ഡബ്ബിങ് കഴിഞ്ഞാൽ നമുക്കൊരു ഫൈനൽ ട്രിമ്മിങ്ങിലേക്ക് വരാൻ പറ്റുള്ളൂ. കേരള സ്റ്റേറ്റ് അവാർഡ് വിന്നർ, ഇപ്പോൾ നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എക്കോ മൂവിയിലെ എഡിറ്ററാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്, സൂരജ് ES. വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു. നമസ്കാരം. ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയല്ലേ? എല്ലാം ശരിയാണ്. എന്തുണ്ട് വിശേഷം? വളരെ സന്തോഷം. അതായത് നമ്മളൊരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ സിനിമ ചെയ്യുമ്പോഴും നമ്മളുടെ ആഗ്രഹം അത് പ്രേക്ഷകനെ അർഹിക്കുന്ന രീതിയിൽ കാണുക, അത് സക്സസ് ആവുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ മുകളിലുള്ളൊരു അഭിപ്രായം റിവ്യൂസൊക്കെ കിട്ടുമ്പോൾ വളരെ സന്തോഷം. കുറച്ച് കാലത്തേക്ക്, അതായത് ഇത് തിയേറ്ററിലുള്ളിടത്തോളം കാലം നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു എക്സ്ട്രീം സന്തോഷത്തിലാണ് ശരിക്കും. എക്കോ മൂവിനെ ഓഡിയൻസിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഈ പറഞ്ഞ പോലെ ബാഹുല്, ദിൻജിത്ത് തുടങ്ങിയ ആൾക്കാരും ആ ഒരു ടീമുമാണ്. പക്ഷേ ആസ് എൻ എഡിറ്റർ സൂരജിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു ഫാക്ടർ എന്താണ് ആ സിനിമയിലേക്ക് വരാൻ? അതായത് ഞാൻ അവരുടെ കൂടെ 3ാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ കക്ഷ്യമണി പിള്ളയായിരുന്നു, അതിന്റെ റൈറ്റർ സനിലേഷ് ആയിരുന്നു. സെക്കൻഡ് കിഷ്കിന്ധാകണ്ഡം. അതിന്റെ ഇടയിൽ കുറെ സ്ക്രിപ്റ്റ് ചർച്ചകൾ നടന്നു. കോവിഡ് സമയത്തൊക്കെ ഒരു 2-3 സ്ക്രിപ്റ്റ് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഓൺലൈൻ ചർച്ചകളൊക്കെ ഉണ്ടായി. പക്ഷെ അതൊന്നും സിനിമയായില്ല. പിന്നെ ഓണായത് കിഷ്കിന്ധാകണ്ഡായിരുന്നു. ആദ്യം ഓണായത് കിഷ്കിന്ധാകണ്ഡായിരുന്നു. അപ്പോൾ ആ സമയം തൊട്ട് സ്ക്രിപ്റ്റ് റെഡി ആവുന്ന പോയിന്റ് തൊട്ട് ബാഹുല് നമ്മളോട് ഡിസ്കസ് ചെയ്യാറുണ്ട്, വായിക്കാൻ തരാറുണ്ട്. ആദ്യം വായിക്കാൻ തരുന്ന സർക്കിളിൽ ഞാനൊക്കെ ഉണ്ട്. അപ്പോൾ വായിച്ചിട്ട് നമ്മളുടെ കൺസേൺസ് പറയും, ഇന്നതാണ് ഫീൽ ചെയ്തത് എന്ന് പറയും. പിന്നെ അതിൽ എന്തെങ്കിലും റീവർക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, ചെറുതാക്കേണ്ടതുണ്ടെങ്കിൽ, വലുതാക്കേണ്ടതില്ല, അങ്ങനെയുള്ള ക്രിയേറ്റീവ് ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്നെ ഈ സബ്ജക്റ്റിൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ടെറൈൻ എനിക്ക് ഭയങ്കര ഹുക്കായിരുന്നു. അതായത് അതിൽ സിനിമയിൽ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇത് മലകളുടെ ഒരു പൽച്ചക്രാണെന്ന് പറയുന്നുണ്ട്. ഒരു മലയുടെ മുകളിൽ വേറൊരു മല, അതിനെ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് നടക്കുന്ന ഒരു പൽച്ചക്രം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സ്ഥലത്തിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എനിക്കതിൽ ഭയങ്കര ഹുക്കായിരുന്നു. പിന്നെ ഉറപ്പായിട്ടും ഇതിൽ സംഭവിക്കുന്ന ഓരോ ഇൻസിഡൻസ്, ക്യാരക്ടേഴ്സ് വളരെ മിനിമൽ ലൊക്കേഷൻസ് ആണല്ലോ. 2-3 സ്ഥലങ്ങളിൽ നടക്കുന്ന കഥ. പക്ഷെ നമ്മളെ ഓരോ സീൻ കഴിയുമ്പോഴും ഇങ്ങനെ നമ്മളെ കുഴപ്പത്തിലാക്കുന്നതാണ്. നമ്മുടെ ബ്രെയിനിനെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല ഒരിക്കലും. നമ്മൾ പുസ്തകം വായിക്കുന്ന പോലെ തന്നെ പാരലലി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കും ആൾക്കാർ 2ാമത്തെ കാഴ്ച 3ാമത്തെ കാഴ്ച എന്നൊക്കെ പറയണത്. ശരിക്കും അപ്പം ഇപ്പൊ സൂര്യചേട്ടൻ പറഞ്ഞ പോലെ ഈ റീവാച്ച് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, റീവാച്ച് ചെയ്യാനായിട്ട് എന്തെങ്കിലും എഡിറ്റിംഗ് ടിപ്സോ അല്ലെങ്കിൽ എഡിറ്റിംഗിൽ വരുന്ന അങ്ങനത്തെ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? അല്ല, ഒരിക്കലും നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴോ റിലീസ് ചെയ്യുമ്പോഴോ ഫസ്റ്റ് ഷോ കഴിയുന്നത് വരെ നമ്മുടെ പ്രാർത്ഥന ഇതൊന്നുമല്ല, റീവാച്ച് ചെയ്യണേന്നല്ല, ആൾക്കാര് കാണണേ, ഇത് വാച്ച് ചെയ്യണേന്നാണ്. അപ്പോൾ ഇതൊരു നല്ല സിനിമയാവണേ. കാരണം എത്ര നല്ല സിനിമയാണെങ്കിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു അങ്ങടോ പോവാം, എന്തും സംഭവിക്കാം. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള പ്രൊജക്റ്റുകൾ തിരിച്ച് സംഭവിച്ചിട്ടുണ്ട്, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത പ്രൊജക്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ കിഷ്കിന്ധാകണ്ഡം ആ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് സൂരജ് സ്ക്രിപ്റ്റ് എഡിറ്റർ ആയിട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റിലും കുറച്ച് എഡിറ്റിംഗ് ഒക്കെ നിങ്ങളുടെ വേർഷൻസിൽ നടന്നിരുന്നു. അതുപോലെ ഈ എക്കോ മൂവിയിൽ അങ്ങനെ സ്ക്രിപ്റ്റിൽ എഡിറ്റിംഗ് വേർഷൻസ് നടന്നിരുന്നോ? സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് ശരിക്കും നമ്മൾ തുടങ്ങിയത് ഈ കക്ഷിയമ്മണി പിള്ളേരായിരുന്നു.
അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടോ ശരിക്കും? സത്യത്തിലില്ല മീൻസ് ഈ ഷൂട്ടിംഗ് ചാർട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫി തന്നെയായിരുന്നു കക്ഷ്യമണി പിള്ളയുടെ കൺട്രോളർ. അപ്പൊ ഷാഫിയാണ് എന്നെ ആ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ദിവസം അവർ എനിക്ക് ഓൾമോസ്റ്റ് ഷൂട്ടിങ്ങിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു, ഞാനായിരുന്നില്ല എഡിറ്റർ. അപ്പൊ ഏതൊരു പോയിന്റിൽ ഇങ്ങനെ ഷാഫി എന്നോട് വരാൻ പറയും. അങ്ങനെ ഒരു ദിവസത്തെ മീറ്റിങ്ങിൽ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഇന്ന സ്ഥലങ്ങൾ നമുക്ക് ക്ലബ് ചെയ്യാം, ചിലപ്പോൾ 2-3 സീനുകളുടെ കണ്ടന്റ് ഒരുമിച്ചാക്കാം, നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടിയാൽ മതിയല്ലോ. അതല്ലെങ്കിൽ ഇന്ന ഏരിയ ട്രിം ചെയ്യാം, കുറയ്ക്കാം, അത് പോയാലും നമുക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചാർട്ട് ചെയ്ത് അപ്പോൾ ഷൂട്ടിംഗ് ഡേറ്റിൽ അത് എഫക്റ്റീവ് ആയിരുന്നു ആ പരിപാടി. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയൊരു പ്രോസസ്സാണ് ശരിക്കും. അപ്പോൾ ഇപ്പോൾ ഇവരിപ്പോൾ 2ാമത്തെയും 3ാമത്തെയും പ്രൊജക്റ്റിലും നമ്മളെ നേരത്തെ തന്നെ നമ്മളെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് ഫുൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ലെങ്തി ആണെങ്കിൽ ഷോർട്ടൻ ചെയ്യുക. അതെ, ഞാൻ മാർക്ക് ചെയ്ത് പോകും ഇന്ന സ്ഥലങ്ങളിലാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയാറുള്ളതാണ്, എൻ്റെ ആദ്യത്തെ സിനിമ കാണൽ എന്ന് പറയുന്നത് ഈ വായനയാണ് ശരിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ പലതവണ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് സീനുകൾ എഡിറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഇതൊരു ഫുൾ സിനിമയായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയും കണ്ടുകൊണ്ടിരിക്കും. അതായത് സൗണ്ട് എഫക്ട്സ് കേൾക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ നമ്മൾ ഫുൾ സിനിമ കാണും, അത് കഴിഞ്ഞ് മ്യൂസിക്കിൽ കാണും, സൗണ്ട് മിക്സിൽ കാണും. ദെൻ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും എഡിറ്റർ പോയിട്ട് ഇത് ടെക്നിക്കലി പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞ് കണ്ട് സൈൻ ചെയ്യണം. അപ്പൊ ഈ റിലീസിന്റെ ഒരാഴ്ചക്ക് മുന്നേ ഏകദേശം ഞാനൊരു 6 തവണ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക സിനിമ. 6 പ്രാവശ്യം മിനിമം, ഏറ്റവും മിനിമം കാണുന്നുണ്ട്. നിങ്ങളിപ്പോ ഇതേ സിനിമ തന്നെ ഒരു അടുപ്പിച്ചൊരു 4 തവണ കണ്ടു നോക്കും. ഞാൻ 4 ഞാനൊരു 400 തവണ കാണുന്നുണ്ടാവും ഇത്. അപ്പൊ അങ്ങനെ ഒരു കണ്ടന്റ് നമുക്ക് എന്താ പറയാ, ഫ്രഷ് ആയിട്ട് ഒരാൾ കാണുന്ന പെർസ്പെക്റ്റീവ് മിസ്സാവും നമുക്ക്. ശരിക്കും അത് എഫക്ട് ചെയ്യാറുണ്ടോ സിനിമയിൽ? ഇത് ഈ ഒരു തീരുമാനം നമ്മൾ ആദ്യത്തിലേ എടുക്കണം. അതായത് ഇന്നതാണ് ഇതിന്റെ കുഴപ്പങ്ങൾ, അതല്ലെങ്കിൽ ഇന്നതാണ് ഇന്ന ഏരിയയില് കയ്യടി വരും, അതല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ കോവിൽ വരും എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അത് നമുക്ക് നേരത്തെ മുൻകൂട്ടി നമ്മൾ കാണും. നമ്മൾ ഫസ്റ്റ് കട്ടിൽ തന്നെ നമുക്ക് കിട്ടേണ്ടതാണ് ശരിക്കും. ശരിക്കും ഇപ്പം അതൊരു ലൂപ്പ് ആവാറുണ്ടോ? അതായത് ഇപ്പം ഒരു വീഗാലാൻഡിൽ അല്ലെങ്കിൽ വണ്ടർലയിൽ ഒരു റൈഡ് പോകുന്ന സമയത്ത് വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സാധനം കിട്ടും. അതുപോലെ നിങ്ങൾ ഇത് വിഷ്വൽ ഇങ്ങനെ കണ്ട് കുറച്ച് കഴിയുമ്പം സിനിമ എല്ലാം ഇറങ്ങി ഇപ്പം ഇത്രയായി, ഇപ്പോഴും ആ വിഷ്വൽസും കാര്യങ്ങളൊക്കെ മനസ്സിൽ കൂടി ഇങ്ങനെ ലൂപ്പ് പോലെ പോകാറുണ്ടോ? അതിലത്തെ ഡയലോഗുകൾ നമുക്ക് വരും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. അല്ല, വിഷ്വൽ വരും. നമ്മളിപ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇപ്പോൾ കിഷ്കിന്ധാഖണ്ഡത്തിനൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടയിൽ ഒരു ബ്രേക്ക് എടുത്തു ശരിക്കും, ഒരു സമയം കിട്ടി. ഇതിൽ പക്ഷെ തീരെ അങ്ങനെ സമയം ഉണ്ടായിരുന്നില്ല, വളരെ പെട്ടെന്നായിരുന്നു. പോസ്റ്റ് എല്ലാം ഭയങ്കര സ്പീഡിലായിരുന്നു, റിലീസും വളരെ ഇമ്മീഡിയറ്റ് ആയിരുന്നു ശരിക്കും. ഇടയിൽ സമയം കിട്ടുന്നത് നല്ലതാണ് ശരിക്കും. ഇങ്ങനെ നമുക്കൊരു മെന്റലി ഒരു ബ്രേക്ക് കിട്ടുന്നത് എഡിറ്റിങ്ങിന് കുറച്ചും കൂടി നല്ലതാണ് ശരിക്കും. അത് അപ്പോൾ ശരിക്കും അത് കണ്ടിന്യൂറ്റി ബാധിക്കില്ലേ? അല്ല, നമ്മളിപ്പോൾ ഒരു സ്റ്റേജ് ഇപ്പോൾ എന്താ പറയുക, എഡിറ്റിങ്ങിന്റെ ഒരു പോയിന്റിൽ നമ്മൾ എഡിറ്റ് എല്ലാം ലോക്ക് ചെയ്തിട്ട് നേരെ മ്യൂസിക്കിന് പോകും, സൗണ്ട് എഫക്ട്സിന് പോകും, കളറിംഗ്, DIക്ക് പോകും, പല ഡിപ്പാർട്ട്മെന്റ്, സബ് ടൈറ്റിൽ എന്നൊക്കെ പറഞ്ഞ കുറേ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൊടുക്കാനുണ്ട്, അവിടേക്കെല്ലാം പോകും. അത് കഴിഞ്ഞ് തിരിച്ച് 2ാമത് എഡിറ്റിലേക്ക് വരും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് വരും. ആ പോയിന്റിന്റെ ഇടയ്ക്ക് നമ്മൾ ഒന്ന് കാണാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതെല്ലാം വെച്ച് കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ്. അതെ, ഇത്രയും കാലം ഇതൊക്കെ മനസ്സിലാണ് നമ്മൾ കണ്ടോണ്ട്. എഡിറ്റർക്ക് എപ്പോഴും മ്യൂസിക്കിനുള്ള സ്പേസ്, അതല്ലെങ്കിൽ സൗണ്ട് എഫക്ട്സിനുള്ള സ്പേസ്, ഇപ്പൊ അതെല്ലാം എഡിറ്ററുടെ മനസ്സിലാണല്ലോ ശരി. അപ്പൊ അതെല്ലാം വെച്ച് കാണുമ്പോൾ കിട്ടുന്നൊരു ഹൈ ഉണ്ട്. സൂരജിന്റെ ആദ്യത്തെ പടം വെള്ളിമൂങ്ങ 2014, അതിനുശേഷം ഇപ്പൊ അടുപ്പിച്ച് കഴിഞ്ഞ 2 പടം, ഒന്ന് കിഷ്കിന്ധാഖണ്ഡം, അതുപോലെ തന്നെ എക്കോ. ഇതിന്റെ 3ന്റെയും ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഒരുപാട് പ്രൊമോഷൻസ് ഇല്ലാണ്ട് വന്ന 3 പടങ്ങളാണ്. മറ്റേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഡ് പബ്ലിസിറ്റി ആയിരുന്നു, മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു. അപ്പം അങ്ങനെ ഈ ഒരു സ്റ്റേജിൽ ശരിക്കും സിനിമകൾക്ക് ഇതുപോലൊരു വൻ ഹൈപ്പിലുള്ളൊരു പ്രൊമോഷൻസ്, അങ്ങനത്തെ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ശരിക്കും ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. കാരണം നമുക്ക് എന്താ പറയുക, ആവശ്യത്തിൽ കൂടുതൽ കണ്ടന്റ് നമ്മളുടെ സോഷ്യൽ മീഡിയകളിലുണ്ട്. ഇതിന്റെ ഒഴുക്കിൽ ചിലപ്പോൾ നമ്മൾ മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഒരു സൂപ്പർ സ്റ്റാർ പടത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേജിൽ അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്ന നടിയോ നടനോ ആരായിക്കോട്ടെ, അവരുടെ പേജിൽ ഒരു കണ്ടന്റ് ഒക്കെ വരുമ്പോൾ ഡെഫിനറ്റായിട്ടും ഇത്രയും ലക്ഷം ആൾക്കാർ കാണും എന്നുള്ള ഉറപ്പുണ്ട്. അതെ, നമ്മളിങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ പരിപാടി ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഇതാണ്, ഇത് എല്ലായിടത്തും എത്തിക്കൊള്ളണമെന്നില്ല ശരിക്കും. അപ്പോൾ പ്രൊമോഷനൊക്കെ ഉറപ്പായിട്ടും പ്രൊമോഷനൊക്കെ വേണം എന്ന് തന്നെയാണ് തോന്നുന്നത്. ചിലപ്പോൾ തുടക്കത്തിൽ അത് എഫക്റ്റ് ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ പിന്നെ അത് പറഞ്ഞു എല്ലാവരിലേക്ക് എത്തിപ്പെടുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തത്തില്ലേ? ഈ സിനിമയ്ക്ക് എനിക്ക് തോന്നിയത് കിഷ്കിന്ധാഖണ്ഡം എന്ന് പറഞ്ഞൊരു ലേബൽ ഉണ്ടായിരുന്നു. അപ്പൊ ആളുകൾക്ക് കാണാനൊരു പ്രോമിസിങ് ഒരു പേരുണ്ട് അവിടെ. സിനിമ സീരിയസ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ ബാക്കിയുള്ളതൊന്നുമല്ല, അതിന്റെ മേക്കേഴ്സ് ആണെന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു ടിക്കറ്റിനുള്ള സാധ്യതയുണ്ട് അവിടെ. സീരിയസ്ലി
ഈ പ്രൊജക്ടിന് അത് ഉണ്ടായിരുന്നു, പക്ഷെ കിഷ്കിന്ധാണ്ടത്തിന് അത് ഉണ്ടായിരുന്നില്ല. പക്ഷെ എക്കോ മൂവി കാണാൻ അതൊരു ഫാക്ടർ ആയിരുന്നു ശരിക്കും പറഞ്ഞു. ആ രണ്ടുപേര് എനിക്ക് തോന്നുന്നു കഥയിൽ ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എഡിറ്റിംഗിൽ നടത്തിയ എന്തെങ്കിലും ടിപ്സ്. പക്ഷെ അതിന്റെ ഒരുപാട് ടെക്നിക്കൽ ടേംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ വളരെ കോമൺ ആയിട്ട് ഫ്ലാഷ് ബാക്ക് ഇപ്പം നമ്മൾ അസ്യൂം ചെയ്യാണ് കഥയൊക്കെ നടക്കുന്നത് 40s 80s ഒക്കെ ആണെന്നുള്ളത്. അങ്ങനെ ഒരു കാലഘട്ടത്തെ കാണിക്കാനായിട്ടുള്ള സ്പെഷ്യലായിട്ട് ചെയ്ത എന്തെങ്കിലും കളറിങ് അല്ലെങ്കിൽ എഡിറ്റിംഗ് അങ്ങനത്തെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ഇതിൽ സത്യത്തിൽ കളർ കൊണ്ടൊന്നും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ആർട്ടിൽ ഇത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അത് ലുക്ക് ആൻഡ് ഫീലിൽ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ശ്രമിച്ചേക്കുന്നത്. അതിന് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് മാക്സിമം അവർ എഫർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആർട്ടാണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും കളർ വൈസും എല്ലാം ഒരു ടെറൈൻ മാർക്ക് ചെയ്യാൻ വേണ്ട എല്ലാ പരിപാടികളും അവർ പ്രൊഡക്ഷനിൽ ചെയ്തിട്ടുണ്ട്. എഡിറ്റിങ്ങിൽ എനിക്ക് ആദ്യം വായിച്ചപ്പോൾ തോന്നിയ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ ആ ഒരു രാത്രി ഇവർ കുര്യച്ചനും ഒക്കെ എത്തുന്ന ആ ഒരു രാത്രി അവരവിടെ നൈറ്റ് സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ സെക്കൻഡ് വേൾഡ് വാറിന്റെ എന്തെങ്കിലും എലമെന്റ് വേണം എന്നുള്ളത് എനിക്ക് ആദ്യം വായിച്ചപ്പോൾ തോന്നിയിരുന്നു. അത് ആക്ച്വലി വിഷ്വലിൽ ഉണ്ടായിരുന്നില്ല. ശരിക്കും സ്ക്രിപ്റ്റിൽ അത് ഉണ്ടായിരുന്നില്ല. സ്ക്രിപ്റ്റിൽ യുദ്ധത്തിന്റെ എലമെന്റ് ഉണ്ടായിരുന്നില്ല. ഡയലോഗിൽ പറയുന്നുണ്ട് വന്നിറങ്ങിയത് എന്തായാലും നല്ല സമയത്താന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രേക്ഷകന് ഫീൽ ചെയ്യാൻ പാകത്തിന് എന്തെങ്കിലും ഒന്ന് വേണം എന്ന് ഞാൻ ആദ്യത്തെ ഡിസ്കഷനിൽ നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ അത് സൗണ്ടിലുണ്ട്. പിന്നെ അതുപോലെ ഒരു ചെറിയ പോർഷൻ കാണിക്കുന്നുണ്ട്, പറയാൻ പറ്റില്ല. ഇതുപോലെ വേറെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എടുത്തു പറഞ്ഞ പോലെ അല്ല, ഇത് ഞാൻ പറയുന്നത് ഇപ്പൊ ഇത് ഒരു ഗ്രൂപ്പ് ഈ പറഞ്ഞ പോലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും എല്ലാവരും ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവരൊക്കെ അതിനെപ്പറ്റി കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യും. നമ്മളിപ്പോ പറയാൻ മാത്രമേ ഉള്ളൂ. അവരതിന്റെ കൃത്യം ഡാറ്റയൊക്കെ എടുത്ത് ആ കാലത്ത് എന്താ സംഭവിച്ചതെന്നും ഇപ്പൊ ഈ പറഞ്ഞ പ്രോപ്പർട്ടി ലിസ്റ്റും എല്ലാം അവര് വളരെ കൃത്യമായിട്ട് ചെയ്യണവരാണ്. നമുക്ക് ഇങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻ പറയേ വേണ്ടു. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ആ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എന്താ പറയുക, ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതെ എടുക്കുന്ന ഒരു ടീമാണോ? അല്ല, പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നല്ലോണം. വേണ്ടെങ്കിൽ തിരിച്ച് അത് ആവശ്യമില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരുടെ അടുത്ത്. ഇപ്പൊ ദിഞ്ചിത്തിന്റെ അടുത്താണെങ്കിലും ബാഹുലിന്റെ അടുത്താണെങ്കിലും ബാഹുല് പറയും സുരചേട്ടാ അത് വേണ്ട, അത് നമ്മളെ ക്ലീഷേ സ്ഥിരം സിനിമയാണെന്ന് പറയും. ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമാറ്റിക് ലാംഗ്വേജ് ആണെന്നൊക്കെ പറയും. അത് സിനിമയിൽ സ്ഥിരം പറയുന്ന പരിപാടികൾ വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന പരിപാടികൾ വേണ്ടാന്നുണ്ടെങ്കിൽ തിരിച്ചു പറയാനും അങ്ങോട്ട് ചോദിക്കാനും സ്പേസ് ഉണ്ട് അല്ലേ? സ്പേസ് ഉണ്ട്, ഉറപ്പായിട്ടും. ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് പവർ പോയിന്റ് പ്രസന്റേഷനിലാണ് തുടക്കം. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്ക് ഏതാണ് നമ്മൾ എഡിറ്റിംഗിൽ ഉപയോഗിക്കുന്നത്? ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം റിസോൾവ്, ഡാവിൻസി റിസോൾവ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പം അന്ന് ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ മുതൽ ഇവിടെ വരെ എത്തുന്ന ഡാവിൻസി വരെ എത്തി നിൽക്കുന്നതിൽ എങ്ങനെയാണ് ഈ ഒരു എഡിറ്റിംഗിന്റെ ടെക്നോളജിയുടെ ഒരു വളർച്ച അല്ലെങ്കിൽ അപ്ഡേഷൻസ് എങ്ങനെയാണ്? ആക്ച്വലി എഡിറ്റർക്ക് ടൂൾ എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ ടൂള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൂളിനെ മെരിക്കുക എന്നുള്ളതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊന്നും കാണുന്നില്ല. മറ്റേ ഏകലവ്യനോട് ചോദിക്കുന്ന പോലെയാണ്. പിന്നെ നമ്മൾ കഥയും ഇമോഷനും മാത്രം. എനിക്ക് തോന്നുന്നു അതൊരു കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയാവും. നമ്മൾ ഉപയോഗിച്ച് നമ്മളിപ്പോൾ ആദ്യം കമ്പ്യൂട്ടർ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ കീബോർഡിൽ തപ്പുമല്ലോ. കുറച്ച് പിന്നെ നമ്മൾ അതല്ല, നമ്മൾ അത് വെച്ച് ചെയ്യുന്ന ജോലിയിൽ മാത്രമായിരിക്കും ശ്രദ്ധിക്കുന്നത്. എഡിറ്റ് ചെയ്ത സിനിമകളിൽ ഏറ്റവും ഒരു ടഫസ്റ്റ് അല്ലെങ്കിൽ ഇത് എനിക്ക് പറ്റണില്ലാന്ന് തോന്നിപ്പോയിട്ടുള്ളൊരു ഒരു എപ്പോഴെങ്കിലും ബാക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേജ് വന്നിട്ടുണ്ടോ? അല്ല, ഏറ്റെടുത്താൽ പിന്നെ അങ്ങനെ ഒരു പരിപാടി ഇല്ല. ചിന്തിക്കില്ല. ഏറ്റെടുത്താൽ പിന്നെ അത് ബാക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് പരിപാടിയില്ല, പിന്നെ തീർക്കുക എന്നുള്ളതാണ്. ടഫ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ചില സീനുകളുടെ പ്രത്യേകത, അതല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ കിഷ്കിന്ധാഖണ്ഡത്തിൽ അപ്പോൾ കുട്ടി മരിച്ചു കിടക്കുന്ന സീക്വൻസ് എന്നൊക്കെ പറഞ്ഞാൽ എഡിറ്റിങ്ങിൽ നമ്മൾ അത്രയധികം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാൻ പാടില്ലാത്ത സീക്വൻസുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ടാസ്കുകളുണ്ട്. അതല്ലാതെ അങ്ങനെ വേണ്ടായിരുന്നു തോന്നിയിട്ടില്ല. നമ്മൾ തലവനിലേക്ക് വരികയാണെങ്കിൽ തലവൻ എന്നൊരു മൂവി ചെയ്യാനുണ്ടായിരുന്ന ഒരു ഹൈനെസ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഞാൻ ജിസ്സായിട്ട് ഒരു എൻ്റെ കരിയറിൻ്റെ അത്രയും പരിചയമുണ്ട്. അതായത് ഞാൻ 2003 മുതലൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങിയതാണ്. അവരുടെ ആദ്യത്തെ കമേഴ്ഷ്യൽ എഡിറ്റ് ചെയ്യുന്നത് ഞാനാണ്. ജിസും ദിനേഷും ഒക്കെ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്, സിജോയൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. അവരുടെ ആദ്യത്തെ കമേഴ്ഷ്യലോട്ട് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ സിനിമയുടെ സമയത്ത് എത്തിയപ്പോൾ ജിസിന്റെ സിനിമ തുടങ്ങിയ സമയത്ത് എനിക്കതിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് വെള്ളിമൂങ്ങ റിലീസായിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ കരിയറിൽ സിനിമ ഇല്ലാത്തത് കൊണ്ട് സിനിമ ചെയ്യാൻ പറ്റിയില്ല. പിന്നെയുള്ള സിനിമകളുടെ ട്രെയിലറുകളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ കുറച്ചു കാലമായിട്ട് പറയുന്നത് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന് പറയാം. ഒരു ദിവസം വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ട്, ചെയ്യല്ലേ എന്ന് ചോദിച്ചു. സന്തോഷം. അപ്പൊ അത് ടീം അതിന്റെ കഥയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കഥയ്ക്ക് പറഞ്ഞ പോലെ നല്ല വലിയ സ്ക്രിപ്റ്റ് ആയിരുന്നു.
ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 80-85 ദിവസത്തോളം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമ. ഭയങ്കര വലിയ കണ്ടന്റ് ആയിരുന്നു. അപ്പം അതിനെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റിൽ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. എഡിറ്റിന് നല്ല സമയം എടുത്തിട്ടുണ്ട്. ഇപ്പം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എല്ലാവരും കൂടെ ഇരിക്കില്ലേ? അങ്ങനെയാണോ? ഓരോരുത്തരുടെ മീൻസ് ഓരോരുത്തർക്ക് ഓരോ ശൈലിയാണ് അത് ശരിക്കും. ഞാൻ തുടങ്ങിയത്, അതായത് കരിയർ തുടങ്ങിയ സമയത്ത് ട്രെയിലറുകളൊക്കെ ആയിരുന്നു ഞാൻ ആദ്യം എഡിറ്റ് ചെയ്തിരുന്നത്. ലാൽജു സാറിന്റെ അറബിക് കഥ, മുല്ല, അതിൻ്റെയൊക്കെ ട്രെയിലർ, ക്ലാസ്മേറ്റ്സിന്റെ ട്രെയിലർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കയ്യൊപ്പിന്റെ അസിസ്റ്റന്റ് എഡിറ്റർ ആയിരുന്നു ഞാൻ, കയ്യൊപ്പ് മൂവിയുടെ. ബീന പോൾ മാഡായിരുന്നു എഡിറ്റർ, അസിസ്റ്റ് ചെയ്തു, അങ്ങനെയായിരുന്നു. അപ്പൊ ഓരോ ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഓരോ രീതിയുണ്ട്. സിദ്ദിഖ് സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് സാറിന് എഡിറ്റിന് വേറെ ആരും ഇരുത്തില്ല സിദ്ദിഖ് സാർ. അതായത് ഷൂട്ട് ചെയ്ത് ഫുട്ടേജ്, അതായത് സാധാരണ എഡിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ചില ഡയറക്ടേഴ്സ് ഒക്കെ വരും, മീൻസ് ഫസ്റ്റ് കട്ടൊക്കെ കഴിഞ്ഞ് ഒരു ലൈനപ്പ് അതിന് ശേഷമേ വരുള്ളൂ. പക്ഷെ സിദ്ദിഖ് സാർ ഫുൾ ടേക്കുകൾ ഇരുന്ന് കണ്ട് എല്ലാ ആംഗിൾസും കണ്ട്. പുള്ളി ആദ്യം ഫസ്റ്റ് എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. പുള്ളിക്ക് ഓൾറെഡി മനസ്സിലൊരു ഡിസൈൻ ഉണ്ട്. അതല്ലാതെ എന്തെങ്കിലും ട്രൈ ഔട്ട് ചെയ്യണമെങ്കിൽ തന്നെ പുള്ളി ഫുൾ ഫുട്ടേജ് കണ്ട് ഷൂട്ട് കഴിഞ്ഞ് വന്ന് ഇതെല്ലാം കണ്ടിട്ട് എഡിറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരു എഡിറ്റർക്ക് ഒരു ബുദ്ധിമുട്ടാണോ അതൊരു ഹെൽപ്ഫുൾ ആണോ? എന്താ, എളുപ്പമാണ് ജോലി ശരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. അതായത് സംവിധായകന് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ് ശരിക്കും വർക്ക് ചെയ്യാൻ. അപ്പൊ നമ്മുടെ ഒരു കഴിവ് നമുക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടോ? അതിന് വേണ്ടിയിട്ട് ബലം പിടിക്കരുത് നമ്മള്. അല്ല, നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഉറപ്പായിട്ടും. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു വേർഷൻ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഉറപ്പായിട്ടും. അപ്പൊ എക്കോ മൂവിയിൽ ഇതുപോലെ ബാഹുലും ദിൻജിത്തും കൂടി ഇരുന്നിട്ടാണോ കംപ്ലീറ്റ് വർക്ക് ചെയ്തിരുന്നത്? നിലവിലിപ്പോ ഷൂട്ട് നടക്കുന്നതിന്റെ പാരലലി തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യും. അപ്പോൾ എക്കോയിൽ ഉണ്ടായത് എന്താ വെച്ചാൽ അവരെല്ലാ ആംഗിൾസും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ വെച്ച് ഒരു ഫസ്റ്റ് എഡിറ്റ് ഉണ്ടാക്കി. ഇവർ വരുമ്പോഴേക്കും ഏകദേശം ഒരു എഡിറ്റ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് കണ്ടിട്ട് ബാഹുല് പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് ഇത്രയൊന്നും വേണ്ട ശരിക്കും, നമുക്ക് ഇത്രയും എന്താ പറയുക കട്ട്സ് ഉള്ള പരിപാടി പോകണ്ട, കാരണം മാസ്റ്റർ ഷോട്ടുകളുണ്ട്, പരമാവധി മാസ്റ്റർ ഷോട്ടുകൾ യൂസ് ചെയ്യാവുന്ന പരിപാടി പിടിച്ചാൽ മതി എന്നുള്ളതായിരുന്നു. ഇത് പറഞ്ഞത് ബാഹുലാണ്. അതെ. അപ്പൊ അങ്ങനെ ഒരു DOPയുടെ സൈഡിൽ നിന്ന് പുള്ളി ഫുൾ ഓപ്പറേറ്റ് ചെയ്ത് ഇപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം അങ്ങനെയാണ് ഷോട്ടുകൾ പോയിട്ടുള്ളത്. ഒറ്റ സിംഗിൾ ഷോട്ടില് ക്യാമറാമാൻ ത്രൂ ഔട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഷോട്ടുകൾ പരമാവധി കീപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യം ഫസ്റ്റ് കട്ട് കണ്ടിട്ടുള്ള തീരുമാനം. ശരിക്കും അങ്ങനെയാണെങ്കിൽ എഡിറ്ററുടെ ജോലി ഭയങ്കര എളുപ്പമായിരുന്നു ശരിക്കും. ഇത്രയ്ക്കൊന്നും ഇത്രയും പണിയെടുക്കണ്ടല്ലേ ശരിക്കും. ക്ലൈമാക്സിൽ കൊണ്ടുവരുന്ന ഒരു ഹൈപ്പ് ഉണ്ട്, എനിക്ക് കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല അതിനെ പറ്റി. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ഹൈപ്പ്, ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുക, ഹൈപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ പിടിച്ചിരുത്തുക, ചിന്തിപ്പിക്കുക, അങ്ങനത്തെ ഉള്ള കാര്യത്തിനൊക്കെ എന്തെങ്കിലും എഡിറ്ററിന്റെ സൈഡിൽ നിന്നുള്ള ഒരു ഇൻപുട്ട് എന്താണ്? ഐ മീൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഗതി ഹോൾഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മാക്സിമം. എത്ര സമയം വരെ നമുക്കത് ഹോൾഡ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് റിവീൽ ചെയ്യേണ്ട സംഗതികൾ ഇപ്പോൾ ഇതിൽ നിന്ന് അങ്ങനെ റിമൂവ് ചെയ്ത കുറച്ച് സംഗതികളുണ്ട്. അതായത് ഇത് നേരത്തെ കാണിച്ചാൽ അവസാനത്തെ ഹൈ പോകും എന്നുള്ളത് കൊണ്ട് അങ്ങനെ നേരത്തെ നിന്ന് കുറേ സാധനങ്ങൾ കുറച്ചിട്ടുണ്ട്. അതുപോലെ ആ സീനിനെ ഇത് ആക്ച്വലി എല്ലാം ഇൻഡിപെൻഡന്റ് സീനുകളായിരുന്നു. അപ്പോൾ അതിനെ ഇൻ ബിറ്റ്വീൻ ഓരോ സീനിന്റെ നടുവിലാണ് ഓരോ സംഗതികൾ നടക്കുന്നത്. ഇപ്പം അതായത് ഈ കാറ് പോകുന്ന സീക്വൻസ് ഇവരൊരു സ്ഥലത്ത് എത്തുന്നു, പാരലലി സന്ദീപിന്റെ എപ്പിസോഡ് നടക്കുന്നു, പാരലലി ഇപ്പുറത്ത് വേറൊരു സംഗതി നടക്കുന്നു. ഇതിനെല്ലാം ഇപ്പൊ ഇന്റർകട്ട് ചെയ്താ പോകുന്നത്. അപ്പോൾ ഒരു സിംഗിൾ സീൻ അല്ലാതെ ആളുകൾ കാണുന്നവരിങ്ങനെ അതിന്റെ ഉള്ളിൽ ഫുൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയാണ്, വേറെ ഒന്നും ചിന്തിപ്പിക്കരുത്. ശരിക്കും ഇപ്പോൾ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സന്ദീപ്. സന്ദീപിനെ കുറിച്ച് സൂരജിന് എന്താ പറയാനുള്ളത്? ആ ലുങ്കിയൊക്കെ എടുത്ത് ബനിയനൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നമുക്ക് അയാൾ ശരിക്കും അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അതെ, ആ കഥാപാത്രമാണെന്ന് തോന്നുന്നുണ്ട്. അത് തന്നെയാണ് പുള്ളിയുടെ സക്സസ് ശരിക്കും. കഥാപാത്രത്തിലേക്ക് പെട്ടെന്ന് ഇന്നാവും എന്നാണ്. അതെ ഞാൻ പറഞ്ഞ അത് ആള് ചെയ്യാണെന്ന് നമുക്ക് എവിടെയും ഫീൽ ചെയ്യുന്നില്ല. ഈവൻ റഷ് കാണുമ്പോൾ പോലും അയാളത് അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. ആളുടെ ഇപ്പൊ ബോഡി ലാംഗ്വേജ് ആദ്യത്തില് ഉള്ള ബോഡി ലാംഗ്വേജ് അല്ല, കുറച്ച് കഴിയുമ്പോൾ പുള്ളിയുടെ സ്റ്റൈല് മാറുന്നുണ്ട്. ആദ്യം ഭയങ്കര ഒബീഡിയന്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ റിസർച്ചും ഈ പറയുന്ന കഥാപാത്രത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനുമാണ് ശരിക്കും.
അതിൽ ഈ പറഞ്ഞ പോലെ സൂരജിന് സംസാരിക്കാൻ അല്ലെങ്കിൽ പറയാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടോ ക്യാരക്ടർ ഡിസ്ക്രിപ്ഷനിലൊക്കെ? പ്രൊഡക്ഷൻ സമയത്ത് അധികം ഇടപെടാറില്ല ഞാൻ. ഒന്ന് ഇപ്പൊ ഈ പറഞ്ഞ സ്ക്രിപ്റ്റിന്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ വല്ലപ്പോഴും ലൊക്കേഷനിൽ പോകുന്നു. സ്പോട്ട് എഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി പാരലലി നടക്കും. അത് ഞാൻ പരമാവധി കാണാറില്ല. കാരണം എഡിറ്റിന് മുന്നേ കണ്ടു കഴിഞ്ഞാല് ഇപ്പൊ അവിടെ ആ സെറ്റിൽ ഉണ്ടായിരുന്നപ്പോ 100 പേരോ 200 പേരോ കണ്ടിട്ടുള്ള ഒരു എഡിറ്റ് ആയിരിക്കും ഇത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാനും ആദ്യം അങ്ങനെ ചിന്തിക്കുള്ളൂ, അവരുടെ തോട്ടിൽ തന്നെ. അതേ തോട്ടിൽ തന്നെ ചിന്തിക്കുള്ളൂ. അപ്പൊ എനിക്കൊരു ഫ്രഷ് ആയിട്ടുള്ള തോട്ട് മിസ്സാവും തോന്നാറുണ്ട്. നമുക്ക് ശരിക്കും ഈ പസില് പോലെ പല വിധത്തിലുള്ള ഷോട്ടുകൾ ഉണ്ടാവും, പല റേഞ്ചിലുള്ള ഷോട്ടുകൾ ഉണ്ടാവും. ഇത് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്ട്രക്ചർ ചെയ്യാം ഇതിനെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡയറക്ടർക്ക് ഒരു വേർഷൻ മിസ്സാവുക ചെയ്യണേ. ഞാനത് കണ്ടു കഴിഞ്ഞാല് മനസ്സിലായി, നമ്മുടെ ഒരു വേർഷൻ നമുക്ക് മിസ്സാവും. പരസ്യത്തിലൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അതായത് ഡയറക്ടർ കൺസീവ് ചെയ്തേക്കുന്ന പരിപാടി അല്ലാണ്ട് നമുക്കൊരു വേർഷൻ സജസ്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അത് നല്ലതോ ചീത്തയോ എന്നുള്ളത് വേറെ, സജഷൻ നമുക്ക് പറ്റും. ക്യാരക്ടേഴ്സ് അല്ലാതെ സൂരജിന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില കാര്യങ്ങളില്ലേ, ഇപ്പം വീടാകാം അല്ലെങ്കിൽ സ്ഥലങ്ങളാവാം, അങ്ങനെ എന്തെങ്കിലും തങ്ങി നിൽക്കുന്ന ഒരു എക്കോ മൂവിയിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഒരു പാർട്ടുണ്ടോ കയ്യില്? ക്യാരക്ടേഴ്സ് അല്ലാതെ നമുക്കിങ്ങനെ എന്താ പറയാ ഭയങ്കര ലക്കൊണ്ടൊക്കെ കിട്ടുന്ന ചില സംഗതികളൊക്കെ ഉണ്ട്. അപ്പൊ അതില് ഒരു ഗ്ലാസ് മദ്യം ഇങ്ങനെ ഒഴിച്ച് കളയുന്നുണ്ട്. അതെ അതെ, നായയുടെ ഒരു ലുക്ക് ഉണ്ട് അതിലേക്ക്. ഇതൊക്കെ ബൈ ചാൻസ് കിട്ടുന്നതാണ് ഇതൊക്കെ, അതല്ലാതെ ഇതൊന്നും പ്ലാൻഡ് ഷൂട്ടല്ല. അതൊന്നും അത് കമത്തി കളഞ്ഞതൊക്കെ സന്ദീപ് തന്നെ ചെയ്യുന്നതാണോ? അല്ല, അത് ഓൾറെഡി സ്ക്രിപ്റ്റിലുള്ളത് തന്നെയാണ്. കഴിക്കുന്നില്ല എന്നുള്ള സ്ക്രിപ്റ്റിൽ ഉള്ളത് തന്നെയാണ്, തീരുമാനിച്ചതാണ്. ആ ലുക്ക് അതുപോലെ ഇത് സെയിം കിഷ്കിന്ധാഖണ്ഡത്തിലുണ്ട് ഇതേ സംഗതി. അതായത് ഈ കുരങ്ങന്റെ സീക്വൻസ് എല്ലാം പിന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ജഗദീഷ് ഏട്ടൻ മറ്റേ കൈക്കോട്ടുമായിട്ട് ഈ കുരങ്ങന്റെ ബോഡിയായിട്ട് കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു കുരങ്ങനെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്ന ഒരു ഷോട്ടുണ്ട്. മറ്റേ ഒരു ജിബ് ഷോട്ടാണ്, മറ്റേ കൊമ്പിന്റെ മുകളിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഷോട്ട്. അങ്ങനെ ഷോട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ഷോട്ട്, ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു കുരങ്ങൻ ഇത് നോക്കിയിരിക്കുന്നുണ്ട്. ശരിക്കും ഇപ്പുറത്ത് അമ്മയുടെ അതേ അവസ്ഥയിൽ നോക്കി നിൽക്കുന്ന കുരങ്ങൻ. അപ്പൊ അതൊക്കെ ബൈ ചാൻസ് കിട്ടണതാണ്. പക്ഷെ അതൊക്കെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ള മൊമെന്റ് ആണ്. അതൊക്കെ നമ്മൾ ചിലപ്പോൾ ഇപ്പൊ എഡിറ്റിങ്ങിന്റെ ബേസിക്സിൽ പറയുന്നതാണ്. അതായത് നമ്മൾ ഒരു ഇൻസിഡന്റ് ഇവിടെ കാണിച്ചു, ഒരു ഇൻസിഡന്റ് വേറെ സ്ഥലത്ത് കാണിച്ചു, നടുവിലൊരു ഷോട്ട് വെച്ചാൽ ഇതിന്റെ ബ്രിഡ്ജ് വന്ന വേറെ മീനിങ് ആയി എന്ന് പറയില്ല. അതുപോലെ പലയിടത്തുനിന്നും കിട്ടുന്ന സംഗതികളെ നമ്മൾ എഡിറ്റിൽ പ്ലേസ് ചെയ്യുമ്പോൾ കണക്ട് ചെയ്ത് പ്ലേസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എക്കോ മൂവി ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് പടം കണ്ടു കഴിഞ്ഞൊരു 100 ചോദ്യങ്ങളാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ ചോദ്യങ്ങളാ. ആൾക്കാർ കൂടുന്നതനുസരിച്ച് ചോദ്യങ്ങൾ കൂടുന്നതാണ് കേട്ടേക്കണേ. കാരണം ഒരുപാട് ആൾക്കാരുടെ വേർഷൻസ് വരിക. സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലത്തെ ഡിസ്കഷൻസ് നടത്തിയിരുന്നോ? സ്ക്രിപ്റ്റിൻ സമയത്ത് ഒരുപാട് ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. എനിക്ക് ഉത്തരം കിട്ടിയോ? എനിക്ക് അതറിയണ്ട, എനിക്ക് ഉത്തരം കിട്ടിയോ? അല്ല, ചിലത് നമ്മൾ വിടും അങ്ങനെ. അതായത് ഇതേ ചോദ്യം ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ, ഇതെങ്ങനെ. അപ്പൊ പറയും ഇതിന് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, അങ്ങനെ ആവാം. ഇത് നിങ്ങളുടെ ഇടയിലൊരു ഡിസ്കഷൻ ആണ്. അതെ, ഇത് തന്നെ ആൾക്കാരും ചോദിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ നമുക്ക് ഇതിനൊരു സത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുമ്പോഴോ ഇതങ്ങനെയായിരുന്നു, ഇതെങ്ങനെയായിരുന്നു കിട്ടുന്നത്. അതിലൊരു ക്ലിയർ കട്ട് ആയിട്ടുള്ളൊരു പിക്ചർ എനിക്ക് തോന്നുന്നു ബാഹുലും ഒരു ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു. എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പിന്നെ ആ സിനിമ ഡിസ്കസ് ചെയ്യില്ല. ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചാൽ മാത്രമേ. അതങ്ങനെയാണോ? അതിന്റെ ഒരു സുഖം ഉറപ്പായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഓപ്പൺ എൻഡിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ചുകൂടി വലിയ ഡയമെൻഷൻ കിട്ടുന്നുണ്ടെന്നൊരു ശരിയാണ്. ശരിക്കും നായ്ക്കളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിനിമകളിൽ നായ്ക്കളെ കാണിക്കാനായിട്ട് അവരുടെ സീൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഓർത്തിരിക്കുന്ന മൊമെന്റോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്താ പറയാ, ഇത് നായകളുടെ സീക്വൻസ് മൊത്തത്തിൽ ഒരു ഒറ്റ സമയത്ത് ഷൂട്ട് ചെയ്തതാണ് ശരിക്കും. ഇതിലുള്ള എല്ലാ പരിപാടികളും ഒരു പ്രത്യേക ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്തല്ല. അപ്പൊ അതായത് ഒരു ദിവസം അടുപ്പിച്ച് ഒരു ദിവസം അല്ല, ഒരു 4-5 ദിവസത്തിൽ ഒരുമിച്ച് ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ അതിൽ ഇവരെ കൊണ്ട് ഈ പെർഫോം ചെയ്യിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര രസമായിരുന്നു ശരിക്കും. ആ സമയത്ത് ഉണ്ടായിരുന്നു സൂരജ് സെറ്റിൽ? ഇല്ല, ഞാൻ ഷൂട്ടിലില്ല. അപ്പം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അവരെ കാണിക്കാനായിട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിരുന്നോ? അങ്ങനെയല്ല, ഇത് ആക്ച്വലി ഇവര് പ്ലാൻ ചെയ്തിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ ആദ്യം ഫസ്റ്റ് എഡിറ്റിൽ നമ്മൾ കുറെ നായയുടെ പോർഷൻസ് ഒക്കെ ചൂസ് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷെ ഇവര് ഫസ്റ്റ് കട്ട് കണ്ടിട്ട് ബാഹുല് പറയുന്നത്, സൂര്യ ചേട്ടാ നമ്മൾ കൃത്യമായിട്ട് ഇവരുടെ എക്സ്പ്രഷൻസ് ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇന്ന സ്ഥലത്ത് ഇന്ന ഷോട്ടാണ് വരേണ്ടതെന്ന് കൃത്യമായിട്ട് പ്ലാൻഡ് ആയിരുന്നു.
അത് നായയുടെ മാത്രല്ല കേട്ടോ. ഇപ്പൊ ചിലപ്പോ എന്താ പറയുക, 50ാമത്തെ സീനിൽ വരേണ്ട ഒരു ഇൻസെർട്ട് ചിലപ്പോ ടെറൈൻ ആയിരിക്കാം, ചിലപ്പോ വീടായിരിക്കാം. ഇത് ചിലപ്പോ 1ാമത്തെ ദിവസം തന്നെ ഷൂട്ട് ചെയ്യും ഇവര്. സെറ്റ് അവൈലബിൾ ആവുന്ന സമയത്ത് ഷെഡ്യൂൾ അനുസരിച്ച് പോകുന്ന ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ വെൽ പ്ലാൻഡ് ഷൂട്ടായിരുന്നു ശരിക്കും അത്. അങ്ങനെ ടീമും അതെ അതുപോലെ അങ്ങനെ നിൽക്കുന്ന ടീമായിരുന്നു ശരിക്കും. ADസും എല്ലാവരും അതെ. എത്ര ദിവസം വരെയൊക്കെ എടുക്കുമായിരിക്കും ഒരു ഫസ്റ്റ് സാധനം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? നോർമലി ഷൂട്ട് ഡേയ്സ് തന്നെ വേണം ശരിക്കും. അതായത് ഇപ്പോൾ ഒരു 50 ദിവസം ഷൂട്ട് ഉണ്ടെങ്കിൽ ഏകദേശം 50 ദിവസം തന്നെ നമുക്ക് കണക്കാക്കാം ഫസ്റ്റ് കട്ടിന്. ഫസ്റ്റ് കട്ടിന്. പക്ഷെ നമ്മളിത് എന്താ വെച്ചാൽ പാരലലി ഷൂട്ട് തുടങ്ങുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ 1ാമത്തെ 2ാമത്തെ ദിവസം തൊട്ട് നമ്മൾ എഡിറ്റിംഗ് തുടങ്ങും. അപ്പൊ സിനിമ ഷൂട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ നമ്മൾ ഡബിങ്ങിനുള്ള കണ്ടന്റ് റെഡിയാക്കും, ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡബ് കഴിഞ്ഞാൽ ഡബുള്ള സിനിമയാണെങ്കിൽ ചിലപ്പോൾ സിംഗ് സൗണ്ട് ആണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല, കുഴപ്പമില്ല. ഡബിങ് ഉള്ള സിനിമയാണെങ്കിൽ ഡബിങ് കഴിഞ്ഞാലേ നമുക്കൊരു ഫൈനൽ ട്രിമ്മിങ്ങിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളൊരു കോൺവെർസേഷൻ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചില കാര്യങ്ങൾ എന്റെ ലിപ്പ് കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല, മറ്റുള്ള ഫേസിലത്തെ എക്സ്പ്രഷൻ ആയിരിക്കും ഇമ്പോർട്ടന്റ്. പക്ഷെ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആർട്ടിസ്റ്റിനെ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ്പ് ഉണ്ടെങ്കിൽ എളുപ്പമുള്ളൂ. അപ്പൊ ഡബിന് വിടുന്നത് എപ്പോഴും നമ്മളൊരു ക്ലീൻ സേഫ് വേർഷനെ വിടുള്ളൂ അവർക്ക് ഡബ് ചെയ്യാനൊക്കെ എളുപ്പത്തിന്. ദെൻ വന്നതിന് ശേഷമാണ് കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള എഡിറ്റിങ് ചെയ്യുക. ഇപ്പൊ മ്യൂസിക്കിനുള്ള മീൻസ് സ്പേസിങ്, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫൈറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഷാർപ്പ് ഫൈറ്റിന്റെ ലെങ്തിലേക്കൊക്കെ ചെയ്യുന്നത് ഈ ഡബിങ് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ മൊത്തം സമയം നോക്കിയാൽ ഷൂട്ട് തുടങ്ങുന്നത് അങ്ങനെയല്ല, സ്ക്രിപ്റ്റ് വായിക്കുന്നത് തൊട്ട് റിലീസിന്റെ തലേ ദിവസം ക്യൂബിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നത് വരെ നമ്മുടെ കയ്യിലാണ്. അത്രയും വർക്കിംഗ് സ്പാൻ നോക്കി അത്രയും ഉണ്ടെന്ന് പറയാം, അത്രയും സമയമുണ്ട് ശരിക്കും. ഏറ്റവും ദിവസങ്ങൾ എടുത്ത് അല്ലെങ്കിൽ മന്ത്സ് എടുത്ത് ചെയ്ത ഒരു പടം ഏതാ? എനിക്ക് തോന്നുന്നു പോസ്റ്റ് ഏറ്റവും കൂടുതൽ സമയം എടുത്ത് തലവനാണെന്ന് എനിക്ക് തോന്നുന്നു. തലവൻ. ഏറ്റവും എളുപ്പത്തിൽ എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും ഷോർട്ട് ടൈമിൽ ചെയ്തൊരു മൂവി? ശരിക്കും എക്കോന് അധികം സമയം എടുത്തിട്ടില്ല. ഏറ്റവും ഷോർട്ട് എന്നല്ല ഞാൻ പറഞ്ഞു, കമ്പയറിംഗ് ടു മറ്റേ എന്താ പറയാ, ഇപ്പൊ കിഷ്കിന്താണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറവ് സമയം എടുത്തിട്ടുള്ളൂ. മെയ്യിലോ മറ്റോ ഷൂട്ട് തുടങ്ങിയത്, ഇപ്പൊ ഇത്രയല്ലേ ആയിട്ടുള്ളൂ. അതിനുള്ള സിനിമ ഇറങ്ങി, അങ്ങനെ വളരെ കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ. ഞാൻ കുറച്ച് സീൻസ് പറയാം. ആ സീൻ എഡിറ്റ് ചെയ്തിരുന്ന സമയത്ത് വന്ന ഓർമ്മകളോ എന്തെങ്കിലും ഒരു കാര്യങ്ങള്. വെള്ളിമൂങ്ങ എഡിറ്റിംഗ് ടേബിളിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരു മൊമെന്റ് എന്താ, ഒരു പോയിന്റ് എന്താ? നമുക്ക് ആ സിനിമ വെള്ളിമൂങ്ങ എന്ന് പറയുമ്പോഴേ നമുക്ക് ചിരി വരും, പക്ഷെ അത് എഡിറ്റ് ചെയ്ത സൂരജിനെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചൊരു മൊമെന്റ് എന്താ? അത് പറഞ്ഞ പോലെ എന്താ പറയാ, അജു വർഗീസിന്റെയും ബിജുവിന്റെയും കോമ്പിനേഷൻ സീൻസ് എല്ലാം നമ്മളെ ചിരിപ്പിക്കുന്നത്. അതായത് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കൗണ്ടറുകളാണല്ലോ എല്ലാം. മറ്റേ എന്താ പറയാ, ഓൺ ദ സ്പോട്ട് ടക്ക് ടക്ക് എന്നാണ് കൗണ്ടർ അടിക്കുന്നത്. ഈ കലാഭവൻ ഷാജോന്റെ തിരുവനന്തപുരത്ത് ഓഫീസിൽ പോയിട്ട് ചോദിക്കുന്നുണ്ട്, മറ്റേ എന്തൊരു നാരങ്ങ വെള്ളോ അങ്ങനെ എന്തോ പറയും, ഓർഡർ ചെയ്യും. അപ്പൊ തിരിച്ചിറങ്ങുമ്പോ അജി ചോദിക്കണ്ടല്ലോ അത് വന്നില്ല എന്ന് പറയുന്നത്, വെറും വാഗ്ദാനം എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും റിലേറ്റ് ചെയ്ത ഡയലോഗ് മറ്റേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ക്യാൻസൽ ആവാൻ, ഏതായാലും ഡ്രസ്സ് ഇട്ടതല്ലേ ആൾക്കാരെ കാണിച്ചിട്ട്. അതൊക്കെ ശരിക്കും നമ്മള് ഇത് എത്ര പ്രാവശ്യം കണ്ടാലും ചിരി വരില്ലേ അൽബെങ്കി? അതെ അതെ, ഇത് എനിക്ക് നമ്മള് ഇപ്പൊ സന്ദേശം എന്നൊക്കെ പറയണ പോലെ വേറൊരു കാറ്റഗറി പരിപാടിയാണ് ശരിക്കും. എപ്പോ കണ്ടാലും നമുക്ക് ചിരി വരുന്ന ഒരു മൊമെന്റ് ആണ്. അടുത്തത് കക്ഷി അമ്മിണി പിള്ളയിലെ സോങ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. സോങ് എഡിറ്റ് ചെയ്യുമ്പോൾ അന്നത്തെ നമ്മളുടെ ഉദ്ദേശം ഇതായിരുന്നു, മറ്റേ എന്താ പറയാ, മലബാർ വെഡിങ്ങുകളിൽ അല്ലെങ്കിൽ അവിടുത്തെ കല്യാണങ്ങളിൽ കാണുന്ന സ്ഥിരം കാണുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ കോപ്രായം തന്നെയായിരുന്നു അത്. ഇതിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അത് കാണിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഉദ്ദേശം. അപ്പൊ കഥയിലുള്ള ഒരു കഥാപാത്രം തന്നെ ചെയ്യുന്നു. പക്ഷെ ഈ സോങ് ഉണ്ടായപ്പോ മൊത്തത്തിൽ പരിപാടി മാറി. അതായത് അതുവരെ ഇതിങ്ങനെ വേണം എന്നൊരു, ഇത്രയും ലൗഡ് ആവണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല. പക്ഷെ സോങ് ഉണ്ടായിപ്പോ സോങ് കേട്ടപ്പോ അതിൽ നിന്നുണ്ടായിട്ടുള്ള എനർജി ഉണ്ടല്ലോ, അതിനാണ് മാറുന്നത്. അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു സോങ് സംഭവിക്കുന്ന ഷൂട്ടിന്റെ ഒരു തൊട്ടടുത്തൊക്കെയാണ്. ഒരു വേർഷൻ ചെയ്യുന്നു, വർക്ക് ആവുന്നില്ല, അത് കഴിഞ്ഞ് സോങ്ങിന്റെ ഷൂട്ട് മാറ്റി വെക്കുന്നു, അങ്ങനെ പോയി അവസാനം സോങ് ഒരു വേർഷൻ കെട്ടി ദിഞ്ചിത്തിനും ബാഹുലിനും ഒക്കെ ആയി, സെറ്റായി. മറ്റേ ബേസിലും കൂടി വന്നപ്പോ പരിപാടി വേറെ ലെവലായി. സിനിമയിലെ സീൻസ് എഡിറ്റ് ചെയ്യുമ്പോഴും സോങ്സ് എഡിറ്റ് ചെയ്യുമ്പോഴും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസസ് ഉണ്ടോ? സീനിൽ നമുക്ക് എന്താ പറയാ, ഈ ആ മൊത്തം സീനിന്റെ ഇമോഷൻ എന്താണോ കൺവേ ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പേസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോങ്ങിന് പക്ഷെ അങ്ങനെയല്ല. സോങ്ങിന് ആ മ്യൂസിക്കിനൊരു ഓൾറെഡി ഒരു താളമുണ്ടല്ലോ. അപ്പോൾ കൊറിയോഗ്രാഫി ആവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഷോട്ടുകളുടെ താളമാവാം. അത് ഉറപ്പായിട്ടും ഈ പ്രീ കമ്പോസ്ഡ് സോങ്ങിന്റെ താളം എന്താണോ അതായിരിക്കും യൂസ് ചെയ്യുന്നത്. മറ്റേ നമ്മളിപ്പോൾ ഇതിൽ മറ്റേ സീനിൽ കൺവേ ചെയ്യേണ്ട ഇമോഷനാണ്, അതിനനുസരിച്ച് പേസ് അങ്ങനെയാണ് വ്യത്യാസം വരണത് ശരിക്കും. ഇൻസ്റ്റഗ്രാമും സോഷ്യൽ
മീഡിയ ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കുട്ടി എഡിറ്റേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയൊക്കെ കാണാറുണ്ടോ? അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇപ്പം അപ്കമിങ് ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ എഡിറ്റിംഗ് ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നാറുണ്ടോ? അല്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാറുണ്ട്. എനിക്ക് തോന്നിയത് നമ്മളൊക്കെ എഡിറ്റിംഗ് ഈ എന്താ പറയുക, ഈ ടൂളൊക്കെ പഠിച്ച് ചെയ്യാണല്ലോ. ഇപ്പോഴത്തെ ജനറേഷന് ആക്ച്വലി അത് ആവശ്യമില്ല. കാരണം ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും ഇവര് കമ്പ്യൂട്ടർ വെച്ചൊക്കെ പരിപാടി മൊബൈൽ വെച്ചിട്ടൊക്കെ എഡിറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു എന്താ പറയാ, ജീവിതത്തിന്റെ ഭാഗമാണ്. വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ് എന്നൊക്കെ പറയുന്നത് അറിയാൻ വയ്യാത്തവരായിട്ട് ആരുമില്ല. അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഇനി വരുന്ന ജനറേഷന്. അപ്പൊ അത് നമുക്ക് എന്താ പറയാ, പ്രൊഫഷണലി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും. അവരുടെ ട്രാൻസിഷൻ അല്ലെങ്കിൽ അവരുടെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ നോക്കാറുണ്ടോ? ഇതെങ്ങനെയാണ്, എന്താണെന്നൊക്കെയുള്ള? അല്ല, ഞാൻ കാണാൻ ശ്രമിക്കാറുള്ളത് ഇപ്പൊ വരുന്ന മാറ്റം, AI നമ്മളുടെ ജോലിയിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും നോക്കാം. ഇപ്പോൾ VFX-നാണെങ്കിലും അതല്ലെങ്കിൽ എന്താ പറയുക, എഡിറ്റിംഗ് നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ വരെ വളരെ ഈസിയാണല്ലോ. സ്റ്റോക്ക് ഷോട്ട് എന്നൊക്കെ പറയുന്ന പരിപാടി ഇപ്പോൾ എല്ലാവരും, പണ്ട് നമ്മൾ മറ്റേ ഷട്ടർ സ്റ്റോക്കിലൊക്കെ കയറി നോക്കിയതിന് പകരം ഇപ്പം നേരെ പ്രോംപ്റ്റ് ചെയ്ത് നമുക്ക് സാധനം കൈ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള നമ്മളുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. ഇപ്പം സൂരജിന്റെ വർക്ക്സിൽ AI-യുടെ കടന്നുകയറ്റം ഉണ്ടോ? അല്ല, VFX-ലൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ പണ്ട് ദിവസങ്ങളോളം എടുത്ത് ചെയ്തിരുന്ന ചില ജോലികളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ടൈമിംഗ് കീപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് ഇപ്പൊ ചിലപ്പോ ഒരു 3D കണ്ടന്റ് ആണ് അവിടെ വരുന്നത്, നമ്മൾ ഷൂട്ട് ചെയ്യാത്തൊരു 3D കണ്ടന്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഡമ്മി പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റിങ്ങിന്റെ ടൈം ലൈൻ ലോക്ക് ചെയ്യാം. അപ്പൊ പണ്ടൊക്കെ ചെയ്തിരുന്നത് എന്താ വെച്ചാല്, ഒറിജിനൽ ഇപ്പൊ 3D റെൻഡർ ചെയ്ത് വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും, അതിന്റെ ഫുൾ ക്വാളിറ്റിയിൽ റെൻഡർ ചെയ്ത് വരണമെങ്കിൽ. അപ്പൊ അവര് അതിന്റെ ഒരു ലോ റെസൊല്യൂഷൻ റെൻഡർ, പോളി റെൻഡർ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു റഫ് ഔട്ട് തന്നിട്ടാണ് നമ്മൾ ഈ ടൈമിംഗ് സെറ്റ് ചെയ്യണത്. ഒരു മലയുടെ മുകളിൽ നിന്ന് ഒരു പാറ ഉരുണ്ട് വരുന്നു, ഇത് CG ഷോട്ട് ആണെങ്കിൽ അതിന്റെ ഡൈനാമിക്സും അതിന്റെ മൂവ്മെന്റും ഒക്കെ കറക്റ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ കുറെ സമയം പിടിക്കും. ഇപ്പൊ അത് പക്ഷേ AI-ല് വളരെ സിമ്പിൾ ആയിട്ട് ഭയങ്കര എളുപ്പത്തിൽ സാധനം കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന കുട്ടി എഡിറ്റേഴ്സിനോട് നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് വിന്നറായ എഡിറ്റർക്ക് എന്താ പറയാനുള്ളത്? ടെക്നിക്കലി അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അതായത് ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ വന്നാൽ മനുഷ്യന്റെ ജോലി പോകുന്ന ഒരു സമയത്ത് പറഞ്ഞിട്ട് ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ജോലി പോയില്ലല്ലോ. ഇല്ല, എന്തിനെ മനുഷ്യൻ മരിക്കും. അവതാരത്തെ മറ്റേ ഡ്രാഗണിനെ മരിക്കണ മാതിരി നമ്മുടെ ഫ്രണ്ടിൽ കൈ കിട്ടണ എന്തിനെ നമ്മൾ മരിക്കും. അതിന് വെച്ച് നമ്മൾ കാശുണ്ടാക്കും, യൂസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാവാന്നുള്ളതല്ലോ. നമ്മൾ അയ്യോ ഇത് നമുക്ക് പറ്റാത്ത പരിപാടി അല്ല, അങ്ങനെയല്ല, ഇത് നമുക്ക് വഴങ്ങില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നതല്ല, ട്രൈ ചെയ്ത് നോക്കുക എല്ലാം. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എല്ലാ ഫ്യൂച്ചറിലേക്ക് വരുന്ന എല്ലാ പ്രൊജക്ട്സിനും ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഒരുപാട് അവാർഡ്സ് വാങ്ങാൻ പറ്റട്ടെ, ഒരുപാട് ഫിലിംസ് ഞങ്ങൾക്ക് സമ്മാനിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.